ഹലോ എവരിവൺ. ഇന്നത്തെ ഈ വീഡിയോ ഉണ്ടല്ലോ, എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം ഒന്നും അറിയില്ല. ഒട്ടും മോട്ടിവേറ്റഡ് അല്ലാതെ ഒന്നും. അതായത് ഇന്നത്തെ ഒരു ഡേ, ഇതൊരു നൈറ്റ് ഒരു 10 o'clock ആണ്. ഈ ഒരു ഡേ ഞാനൊരു മാക്സിമം ഒരു 5 hours പഠിച്ചിട്ടുണ്ടാവും. പിന്നെ ഫുൾ ആലോചനയാണ്, എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, പഠിച്ചു കഴിഞ്ഞാൽ തീരുമോ, എക്സാം എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുമോ. അങ്ങനെ ടു മച്ച് ഓവർ തിങ്കിങ്ങിൻ്റെ ഒരു ഡേ ആയിരുന്നു കേട്ടോ ഇന്ന്. ഇതിന് കാരണം എനിക്കൊരു പനി വന്നു. ആ പനി വന്നതുകൊണ്ട് തന്നെ ഒട്ടും പ്രൊഡക്റ്റീവായിട്ടോ ഫോക്കസ്ഡ് ആയിട്ടോ എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. അതായത് നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുമ്പോഴാണ് എനിക്ക് കോൺഫിഡൻസ് കൂടുതൽ വർക്ക് ചെയ്യാനും കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ടിരുന്ന് പഠിക്കാനും. എനിക്ക് നല്ലപോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഒരു 1 day 2 day ഒട്ടും പഠിക്കാൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷൻ വരുമല്ലോ. അതായത് ഒരു പനി വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ വരാം. അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ട്രാക്കിലോട്ട് കയറാനുണ്ടല്ലോ, എനിക്ക് ഭയങ്കര പാടാണ്. പ്രൊക്കാസ്റ്റിനേഷൻ എൻ്റെ ഒരു സ്ഥിരം പണിയായി മാറും. ഇന്ന് ചെയ്യാം, നാളെ ചെയ്യാം, അല്ലെങ്കിൽ കുറച്ചും കൂടെ ക്ഷീണമൊക്കെ പോയിട്ട് ഫ്രഷ് ആയിട്ടിരുന്ന് പഠിക്കാം. അങ്ങനെ ഒരു 2-3 days ഞാൻ നല്ലപോലെ കളഞ്ഞിട്ടുണ്ട്. കുറച്ച് മന്ത്സായിട്ട് ഞാൻ എന്നും മാക്സിമം ഒരു 8 hours plus ഒക്കെ പഠിക്കണതാണ്. ആ ഒരു സിറ്റുവേഷനിൽ ഇത്രയും ഫോക്കസ്ഡ് അല്ലാതാവുമ്പോൾ നമുക്ക് നോർമലി ടെൻഷൻ വരുമല്ലോ. ആ ഒരു ടെൻഷൻ കൊണ്ട് തന്നെ ഇതിങ്ങനെ പോയാൽ പറ്റില്ലല്ലോ എന്നൊരു തോട്ട്സും എനിക്ക് ഓവറായിട്ടുണ്ട്. 2-3 days ആയിട്ട് ഫുള്ള് കയ്യിൽ നിന്ന് പോയിരിക്കുക. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയില്ല. അപ്പോൾ ഞാൻ ഓർത്തു, ഇപ്പം നൈറ്റ് ആണെങ്കിൽ കുറേ നേരം എന്തെങ്കിലുമൊക്കെ സീരീസ് കണ്ടുകൊണ്ടോ റീഡ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കും, ബട്ട് പഠിക്കുന്നുമില്ല. അപ്പം ഇന്ന് ലേറ്റ് നൈറ്റ് സ്റ്റഡി വ്ളോഗ് എടുക്കാമെന്ന് ഓർത്തു. ഇത് സക്സസ് ആവുമോ, പഠിക്കാൻ പറ്റുമോ എന്നൊന്നും ഇതെടുക്കുന്ന ടൈമിൽ എനിക്കറിയത്തേയില്ല. അതിനുവേണ്ടി ഫസ്റ്റ് ആ ഒരു ഡേയും പിറ്റേ ഡേയും ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു ടു ഡു ലിസ്റ്റൊക്കെ എഴുതിയിട്ട് ഞാൻ പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാട്ടെ. അപ്പോൾ പഠിക്കാൻ ഇരുന്നപ്പോൾ തന്നെ ഒരു 10 o'clock ആയി. ഞാനൊരു +2 കഴിഞ്ഞ ടൈമിൽ അല്ലെങ്കിൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ ഒക്കെ ഞാനൊരു നൈറ്റ് പേഴ്സൺ ആയിരുന്നു. എനിക്ക് നൈറ്റ് കൂടുതൽ പഠിച്ചിട്ട് രാവിലെ ലേറ്റായിട്ട് എണീക്കാനായിരുന്നു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത്. ഞാൻ എൻ്റെ നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് അന്നുണ്ട്, അതിൻ്റെ ബാക്കി ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഞാനത് നിർത്തിയിട്ട്, കാരണം എന്ന് വെച്ചിട്ട് നൈറ്റ് പഠിക്കേണ്ടവർ അത് നിർത്തി രാവിലെ ആക്കണം എന്നല്ല ഇതിൽ പറയുന്നത് കേട്ടോ. നമ്മളുടെ പ്രയോറിറ്റിയാണ് എപ്പോൾ പഠിക്കുക എന്നുള്ളത്, എപ്പം എണീക്കുക എന്നുള്ളതും കിടക്കുക എന്നുള്ളതും. നിങ്ങൾ എപ്പോൾ പഠിച്ചാലും കറക്റ്റ് സമയത്ത് ഫോക്കസ്ഡ് ആയിട്ടിരുന്ന് പഠിച്ചാൽ മാത്രം മതി. അല്ലാതെ ടൈമൊന്നും ഒരു മാറ്ററേ അല്ല. ഒരു 2 days കൊണ്ടാണ് എനിക്ക് തിരിച്ചു കയറാൻ പോലും പറ്റാത്ത ബാക്കിലോട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഇന്നലെ വരെ ഒരു 1 o'clock ആവാതെ ഉറക്കം വരുത്തേ ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഇപ്പോൾ ഈ പഠിക്കുന്ന ടൈമിലുണ്ടല്ലോ, ഞാൻ നല്ല ടയേർഡാണ്, ഉറക്കമൊക്കെ വരുന്നുണ്ട്. എന്നാലും ഒരു ടാർഗറ്റ് എഴുതി പോയില്ലേ, അത് മാക്സിമം പുഷ് ചെയ്ത് പഠിക്കണമല്ലോ. കാരണം ഇപ്പം ഞാൻ പോയി കിടന്നാൽ ജസ്റ്റ് ഫോൺ സ്ക്രോൾ ചെയ്തോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നോക്കിയൊക്കെ ഇങ്ങനെ ടൈം കളയുള്ളൂ. ഒരു 2 hours ശേഷം ഭയങ്കരമായിട്ട് ഞാൻ ബേൺ ഔട്ട് ആകുക മാത്രമല്ല ബോറടിക്കാൻ തുടങ്ങി കേട്ടോ. ബോറടിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഓർത്തു പ്ലേസ് ഒന്ന് ചേഞ്ച് ചെയ്യാമെന്ന്. അങ്ങനെ ജസ്റ്റ് പ്ലേസ് ചേഞ്ച് ചെയ്ത് മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ വീണ്ടും ഫോഴ്സ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഉണ്ടോ എപ്പോഴും ഫോൺ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കുറേ ടൈം അതിൽ കളയുന്നത്? അതായത് ഫോൺ ജസ്റ്റ് എടുക്കും, ജസ്റ്റ് 10 minute ബ്രേക്കിന് വേണ്ടിയിട്ടായിരിക്കും ഫോൺ എടുക്കുക. ആ ഒരു 10 minute ചിലപ്പോൾ നമ്മളെ 1 hour 2 hourലോട്ടൊക്കെ എത്തിക്കാറുണ്ട് അല്ലേ? ശരിയല്ലേ? അങ്ങനെ ആരെങ്കിലുമൊക്കെ കാണില്ലേ? ഞാൻ കുറച്ച് ദിവസമായിട്ട് സെയിം സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. ഫോണിനേക്കാൾ കൂടുതൽ എന്തെങ്കിലുമൊക്കെ റീഡ് ചെയ്യുമ്പോഴത്തേക്ക്, ലൈക്ക് ഒരു നോവലാണെങ്കിൽ ആ നോവൽ തീരുന്നിടം വരെ ഞാൻ റീഡ് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ പഠിത്തത്തിൻ്റെ കാര്യം പിന്നെ ഒരു സെക്കൻഡ് പ്രയോറിറ്റിയായി മാറും എനിക്ക്. പിന്നെ ഇവിടെ പ്ലേസ് മാറിയിരുന്നിട്ടും എനിക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു 1 o'clock, ഒരു 12 o'clock കഴിഞ്ഞു, 1 o'clock കഴിഞ്ഞു. അപ്പോഴും ഭയങ്കര ടയേർഡാണ്. കോഫി കുടിച്ചാലും ശരിയാവില്ല എന്ന് എനിക്ക് തന്നെ ഒരു മൈൻഡിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ കഴിഞ്ഞപ്പം നല്ലപോലെ ഫോക്കസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്ക് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് കുറച്ച് നേരം നടന്നൊക്കെ നോക്കിയിട്ടോ. ബട്ട് എന്നിട്ടൊന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല. പിന്നെ മാക്സിമം നോക്കിയിട്ടും പറ്റാതായിരുന്നപ്പം ഏതോ ഒരു ടൈമിൽ ഞാൻ പോയി കിടന്നു, ചെറിയൊരു നാപ്പ് എടുത്തിട്ട് ബാക്ക് ടു പഠിക്കാമെന്ന് ഓർത്തിട്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു നേരത്തെ ഒരു റൊട്ടീനിലോട്ട് ഞാൻ ബാക്ക് ടു വരാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഈ നൈറ്റ് ഇരുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മൾ പഠിക്കുമ്പോൾ കുറച്ച് ടയേർഡാവും, അപ്പോൾ നല്ല ക്ഷീണം വരും, അപ്പോൾ കിടക്കും. പിന്നെ മോർണിംഗ് തൊട്ട് പ്രൊഡക്റ്റീവായിട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നൊക്കെയായിരുന്നു എൻ്റെ ഒരു തോട്ട്. പിന്നെ ഗൈസ്,
എനിക്കൊന്നും ഓർമ്മയില്ല. ഒരു 2 ശേഷം എനിക്കൊന്നും ഓർമ്മയില്ല. ഞാൻ കയറി നാപ്പെന്നും പറഞ്ഞ് കയറി കിടന്നിട്ട് രാവിലെ ഒരു 8 എണീക്കുന്നത്. എണീറ്റപ്പോൾ ഭയങ്കര വിഷമമൊക്കെ തോന്നി. അയ്യോ, ടാർഗറ്റ് ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ. അത്യാവശ്യം ഒരെണ്ണം കംപ്ലീറ്റ് ആയി. അങ്ങനെ എന്ത് ചെയ്യണം എന്നുള്ള കുറേ ചിന്തകൾക്ക് ശേഷം ഞാൻ തീരുമാനിച്ചു, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് എന്തായിരുന്നോ ഞാൻ എഴുതി വെച്ച ടാർഗറ്റ് അത് മാക്സിമം ഫോഴ്സ് ചെയ്ത് പഠിച്ചിട്ട് മാത്രം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം എന്നുള്ളത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ബാക്ക് ടു വീണ്ടും ഞാൻ പഠിക്കാൻ വേണ്ടി ഇരുന്നു. ഫോൺ ഈ ഒരു ടൈമിൽ ഞാൻ നോക്കിയിട്ടേ ഇല്ല കേട്ടോ. സീരിയസ്ലി ഒരു കാര്യം പറഞ്ഞുകൊണ്ടല്ലോ, നമ്മൾ പലരെയും സ്റ്റഡീസിൽ നിന്ന് ബാക്കിലോട്ട് കൊണ്ടുപോകുന്നത് ഈ ഫോൺ അഡിക്ഷൻ തന്നെയാണ് കേട്ടോ. അതായത് നമ്മൾ ബ്രേക്ക് ടൈമിലൊക്കെ ഫോൺ നിങ്ങൾ മാക്സിമം ഒഴിവാക്കിയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. നിങ്ങളുണ്ടല്ലോ ഈ ഫോൺ ഓപ്പൺ ആക്കി സ്ക്രോൾ ചെയ്യുന്ന ടൈമിലുണ്ടല്ലോ ചിലപ്പം 10 മിനിറ്റ് 1 അവർ വരെ നമ്മൾ നീക്കും. പക്ഷേ 10 മിനിറ്റ് പോണ കണക്കാവൂലേ ആ 1 അവർ നമ്മൾ സ്ക്രോൾ ചെയ്ത് കൊണ്ടുപോകുക. സീരിയസ്ലി ഇഫ് യു നീഡ് ടു ഫോഴ്സ് യുവർ സെൽഫ് ടു സ്റ്റഡി ദെൻ പ്ലീസ് ഡോണ്ട് ഡു ഇറ്റ്. How long will you force yourself to study? For 2-4 hours? Okay. Then what after that? But നമ്മളോട് തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചു നോക്കിയിട്ടുണ്ട്. Do you need to force yourself to use phone? Do you need to force yourself to play games? Do you need to force yourself to wasting time? Most probably no, right? Why? Because you like doing it. ശരിയല്ലേ? ഇതൊക്കെ നമ്മൾ ഭയങ്കര ഇഷ്ടത്തോടെ ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ആരും ഫോഴ്സ് ചെയ്യേണ്ട, നമ്മൾ തന്നെ നമ്മൾ ഇതിനൊക്കെ വേണ്ടി ഫോഴ്സ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ഒരു പ്രോസസ്സിലോട്ടാണ് നമ്മൾ സ്റ്റഡിയെ കൊണ്ടുവരേണ്ടത്. പഠിക്കുന്ന കാര്യം നമ്മളെ ആരും നിർബന്ധിച്ചില്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ഫോഴ്സ് ചെയ്യാതെ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ പഠിക്കണം. ഈ ഗെയിം കളിക്കാനും സ്ക്രോൾ ചെയ്യാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കൺസിസ്റ്റൻസി ഇല്ലേ, ആ കൺസിസ്റ്റൻസി സ്റ്റഡീസിലും കൊണ്ടുവന്നാൽ പഠിക്കുന്ന കാര്യത്തിൽ വലിയ കഷ്ടപ്പാടൊന്നും ഉണ്ടാവില്ല. അതിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തിനു വേണ്ടിയാണ് പഠിക്കണ്ടേ, അതായത് എന്താണ് നമ്മൾ പഠിക്കുന്നതിനുപരി എന്താവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളൊരു വ്യക്തമായ ഒരു ഗോൾ നമുക്കുണ്ടായിരിക്കണം. ആ ഗോളിന് വേണ്ടിയായിരിക്കണം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതും. എൻ്റെ ഒരു ജേർണി ഞാൻ രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ഹെക്റ്റിക്കായിരുന്നു. ഈ ഒരു ജേർണി ഞാൻ വെറും 2 hours കേട്ടോ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ പല ഡേയ്സിലും ഈസി ആയിട്ട് ഒരു 15 hours ഫോക്കസ്ഡ് ആയിട്ടിരുന്ന് പഠിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അത് 1 day 2 day കൊണ്ടല്ല ഞാൻ റെഡിയാക്കി എടുത്തത്. ഈ ഒരു ജേർണി എനിക്ക് ഈസി ആയിരുന്നു എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, ബട്ട് എനിക്കത് പറ്റി. ഇതുപോലെ ഉറപ്പായിട്ട് നിങ്ങൾക്കും പറ്റും. അത് പറ്റണമെങ്കിൽ ഭയങ്കര ടീഡിയസ് ആയിരിക്കുന്ന ടൈമിൽ നിങ്ങൾ ഒരു കാര്യം ഓർത്താൽ മതി, ഫ്യൂച്ചറിൽ ഇന്ന് നമ്മൾ പഠിച്ചില്ലെങ്കിൽ നാളെ നമ്മൾ എവിടെ എത്തും, എന്തായിത്തീരും, നമ്മളുടെ സിറ്റുവേഷൻ എന്തായിരിക്കും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറച്ച് ഓവർ തിങ്കിങ് വരുന്നത് നല്ല കേട്ടോ. ഇടയ്ക്ക് ലേറ്റ് നൈറ്റ് ഇരുന്ന് ഫുള്ള് തീർക്കണമെന്ന് വിചാരിച്ച ഒരു ടു ഡു ലിസ്റ്റ് ആട്ടോ പിറ്റേ ഡേ ഒരു 2 o'clock ആയപ്പോഴാട്ടോ ഫുൾ ഫിനിഷ് ആയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഇന്നലെ നല്ലപോലെ ഫ്ലോപ്പായെങ്കിലും മോർണിംഗിൽ എണീറ്റപ്പം ചെറിയൊരു കോൺഫിഡൻസ് കുറവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അയ്യോ, എന്നെക്കൊണ്ട് ടു ഡു ലിസ്റ്റ് ഇന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നോർത്തിട്ട്. ബട്ട് ഇപ്പം അതൊക്കെ ആയി. ഒരു 1 ടൈമിൽ ഞാൻ എഴുതുന്ന ടാർഗറ്റ് കുറച്ച് ടൈം എടുത്ത് കംപ്ലീറ്റ് ചെയ്താലും പിന്നെ എനിക്ക് മൂവ് ചെയ്യാനുള്ളൊരു എനർജി ഈ ഒരു ടു ഡു ലിസ്റ്റിൽ നിന്ന് തന്നെ കിട്ടും കേട്ടോ. ഇപ്പം എനിക്ക് പ്രിലിംസിൻ്റെ ടെസ്റ്റ് സീരീസ് നടക്കുന്നതുകൊണ്ട് കുറേ ടെസ്റ്റ് പെൻഡിങ് ആയിട്ട് വെച്ചേക്കുവാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ പലതും പഠിച്ചിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. ഇനിയുള്ള ഡേയ്സിൽ മാക്സിമം ഹവേഴ്സ് പുഷ് ചെയ്താൽ മാത്രമേ ഉള്ളൂ അത് കംപ്ലീറ്റ് ആവത്തുള്ളൂ. കാരണം നമ്മളൊന്ന് പെൻഡിങ് ആയാൽ അതിൻ്റെ ബാക്കിൽ വീണ്ടും പെൻഡിങ് ആയിക്കൊണ്ടേയിരിക്കും. പിന്നെ അത് സ്കിപ്പ് ചെയ്യലേ ലാസ്റ്റ് വഴി ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ ബാക്ക് ടു പോയി ഫ്രഷായി ഫുഡ് കഴിച്ച് പഠിക്കാനിരിക്കും. അപ്പോൾ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.